അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് കരുനാഗപ്പള്ളി കോഴിക്കോട്ട് തുടക്കമായി. കലാവിലാസിനി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. ടൂർണമെന്റ് 12-ന് സമാപിക്കും. കരുനാഗപ്പള്ളി കോഴിക്കോട് കലാവിലാസിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനാണ് വായനശാല ജംഗ്ഷനിലെ പെരുമന ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ തുടക്കമായത്. പ്രമുഖ ഫുട്ബോൾ ടീമുകൾ പങ്കെടുക്കുന്ന സെവൻസ് ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഒരു ഗ്രൗണ്ടിനാണ്. സ്ഥലപരിമിതി വല്ലാതെ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് കരുനാഗപ്പള്ളി നഗരസഭ. തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മുടെ എല്ലാവരുടെയും പരിശ്രമ ഫലമായി നമ്മുടെ കുട്ടികൾക്ക് കളിച്ചു വളരാൻ പറ്റിയ ഒരു മൈതാനം, ഗ്രൗണ്ട് നമുക്ക് യാഥാർത്ഥ്യമാക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. പലയിടങ്ങളിലും സ്ഥലത്തിൻ്റെ പരിമിതി കാരണം ടർഫുകൾ നടപ്പിലായി വരികയാണ്. പക്ഷേ സർക്കാർ മേഖലയിൽ തന്നെ ആദ്യത്തെ ടർഫ് കരുനാഗപ്പള്ളിയിൽ ആലപ്പാട് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പകുതിയോളമായി. റഹിയാനത്ത് ബീവി അധ്യക്ഷത വഹിച്ചു. മിഥിൽ രാജ് സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു കിക്ക് ഓഫ് നിർവഹിച്ചു. അഡ്വക്കേറ്റ് MS താര, സഫിയത്ത് ബീവി, മുനമ്പത്ത് ശിഹാബ്, വൈ പൊടിക്കുഞ്ഞ്, അമ്പുവിള ലത്തീഫ്, ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ മത്സരത്തിൽ VFC കൊല്ലം മലപ്പുറം സാൻ മാറിനോയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 12-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.